ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ DVD കൺവേർട്ടർ നമുക്ക് എങ്ങനെ ഒരു ബ്ലൂടൂത്തിലോട്ട് മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലെ തന്നെ DVD ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു ഇതില്ല, ബ്ലൂടൂത്തിൻ്റെ എനേബിൾ. നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാം, കോമൺലി വാങ്ങുന്ന ഒരു DVDക്ക് ഉണ്ടാവില്ല. ഹോം തിയേറ്റർ ഒഴിച്ച് ഈ പറഞ്ഞ പോലെ ഒരു DVD ബ്ലൂടൂത്തിൻ്റെ എനേബിളിംഗ് ഇല്ല. ഓക്കെ, അപ്പം ഇതെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് അഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ശ്രദ്ധിച്ചാൽ കാണാം, ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ 5.1ൻ്റെ അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള ഇൻപുട്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓക്സിലറി ഇൻപുട്ടോ അല്ലെങ്കിൽ വേറൊരു എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലൂടൂത്തിൻ്റെ സംഭവം സെറ്റപ്പ് ചെയ്യാനില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ആദ്യം നോക്കാം. ഇതിന് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 250 റുപ്പീസിൻ്റെ ഒരു ഡിവൈസാണ്. ഇതിനൊരു ബ്ലൂടൂത്ത് ടോഗിളിനോ അല്ല റിസീവറിനോ അങ്ങനെയൊക്കെ പറയാം. ഇത് ജസ്റ്റ് ഏത് ഇലക്ട്രോണിക് ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിനാദ്യം ഇത് നമുക്കൊന്ന് അഴിക്കാം. ഇത് അഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാറ്ററി ഉണ്ടാവും, ഒരു കുഞ്ഞു ബാറ്ററി. ആ ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യുക, കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ നിന്ന് തന്നെ DVDയിൽ നിന്ന് തന്നെ നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ചെയ്യുന്ന ആ ബാറ്ററിയുടെ അവിടെ നിന്നുള്ള ടെർമിനലിൽ നമുക്ക് 2 വയർ എടുത്തിട്ട് നേരെ നമ്മൾ ഇതിൻ്റെ USB പോർട്ടുണ്ട്. ആ USB പോർട്ടിൻ്റെ പ്ലസും മൈനസും കണ്ടുപിടിക്കുക. അത് വളരെ സിമ്പിളാണ്. USB പോർട്ടിൻ്റെ രണ്ടറ്റത്തും ലെഫ്റ്റും റൈറ്റും ഉള്ള അതായിരിക്കും പ്ലസും മൈനസും. അത് ജസ്റ്റ് ഒരു മൾട്ടിമീറ്റർ വല്ലതും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾ 2 വയർ ഈ പറഞ്ഞ പോലെ എടുത്തതിന് ശേഷം ഇവിടുത്തെ, അതായത് ഈ ഒരു ഡിവൈസിൻ്റെ പ്ലസിലും മൈനസിലും കൊടുക്കുക. അതോടുകൂടി ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്തുള്ളൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ആ സ്വിച്ചിൻ്റെ ടെർമിനലിൽ നേരെ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിവൈസിൻ്റെ അത് പവർ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ള ഓഡിയോ സെക്ഷനാണ്. ഈ ഓഡിയോ സെക്ഷന് നമുക്കൊരു 3.5mm ജാക്കിൻ്റെ ഒരു ഇൻപുട്ട് സെക്ഷൻ വരുന്നുണ്ട്. ആ 3.5mm ജാക്കിൻ്റെ അതിൽ നിന്നും ഈ ബോർഡിലോട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു 3 വയർ എടുക്കണം, ഒരു ഗ്രൗണ്ട്, ഒരു ലെഫ്റ്റ്, റൈറ്റ്. ഒന്നെങ്കിൽ നമുക്ക് ഈ 3.5mm ജാക്കിൻ്റെ പിന്ന് കിട്ടും, സ്റ്റീരിയോ പിന്ന് പോലത്തെ പിന്ന് കിട്ടും. ആ 3.5mm ജാക്കിൻ കുത്തിയതിന് ശേഷം ആ 3 ലീഡ് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാനൊരു വയറാണ് യൂസ് ചെയ്തത്. അപ്പം ആ വയർ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആ 3 ടെർമിനൽ, അതായത് ഗ്രൗണ്ട്, അതേപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും കണക്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ഒരു കാര്യം മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ വയർ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇതുപോലെയുള്ള വയർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോയ്സ് കുറഞ്ഞ് കിട്ടും. ഇത് നമ്മുടെ സാധാരണ പഴയ ഓൾഡ് സിസ്റ്റത്തിൽ നമ്മുടെ ഓഡിയോ പ്ലെയറിലുള്ള ഹെഡ് വയറാണ്. അപ്പോൾ ഈ ഹെഡ് വയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി ഒരു ചെറിയ രീതിയിലുള്ള നോയ്സ് ക്യാൻസൽ ചെയ്യാൻ, ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നോയ്സ് ക്യാൻസലേഷൻ കിട്ടും. ഷീൽഡഡ് വയറാണ്. അപ്പോൾ ഷീൽഡഡ് വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ വയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. അപ്പോൾ ഇങ്ങനത്തെ വയർ എടുക്കുക. 3 ലീഡ് ഉണ്ട്, 3 ലീഡ് എടുക്കുക. അതിൻ്റെ അകത്ത് ഓഡിയോ ജാക്കിൽ കണക്ട് ചെയ്യുക, സോൾഡർ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ ബോർഡിൽ വരുമ്പോൾ ഇതിന് ഓൾറെഡി നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ടെർമിനൽ കാണാം. ഗ്രൗണ്ട് ടെർമിനലാണ് കാണുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ടെർമിനലിൽ ഒരെണ്ണം കണക്ട് ചെയ്യുക, സെൻറ്റർ ടെർമിനലിൽ. ഇപ്പുറത്തുള്ള AFR എന്ന് എഴുതിയിട്ടുണ്ട്, AFR, അതായത് ഓഡിയോ ഫ്രണ്ട് റൈറ്റ്, അതവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്ത് ഓഡിയോ ഫ്രണ്ട് ലെഫ്റ്റ് ഉണ്ട്, അതിലും കണക്ട് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റായി, റൈറ്റായി, ഗ്രൗണ്ടായി. അതോടുകൂടി ഓഡിയോ കണക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സിഗ്നൽ കിട്ടി, നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്തോളും. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്തിൽ എനേബിൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പാട്ടുകൾ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു സിമ്പിൾ ജസ്റ്റ് ഒരു സെറ്റപ്പ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്തിട്ട് നമുക്ക് സോങ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു കാര്യം, ഇങ്ങനെ ഒരു 250 രൂപ ജസ്റ്റ് മടക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഓഡിയോ ഇൻപുട്ട് ഇല്ല എന്ന് കരുതി വിഷമിക്കേണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ടായിട്ട് നമുക്ക് ഓക്സിലറി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ടെർമിനൽ ഞാൻ നിങ്ങളെ ഫെമിലിയറൈസ് ചെയ്യുമായിരുന്നു, എങ്ങനെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഫെമിലിയറൈസ് ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊരു DVD ഉണ്ട്, ഒരു 250 രൂപയുടെ ഒരു ഡിവൈസ് വാങ്ങിച്ച് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് നോക്കുക. ഈ അറിവാണ് ഇന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ സൈനിങ് ഓഫ്, രഞ്ജിത്ത്.